Hi friends, welcome to Veranda YouTube channel. എൻ്റെ പേര് ജീനു. ഞാനാണ് നിങ്ങൾക്ക് ബാങ്കിങ് അവയർനെസ് എടുക്കുന്നത്. ഇന്നലെ നമ്മൾ നോക്കിയത് എന്തായിരുന്നു? ബാങ്കിങ് അവയർനെസ്സിൻ്റെ ഒറിജിൻ ആയിരുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ ആണ്. ഇതും 2 പാർട്ടായിട്ടായിരിക്കും പോകുന്നത്. അതിന് മുൻപായിട്ട് നമ്മുടെ വെരാന്ത റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണിത്. ക്ലാസ്, ബേസിക് സർക്കിൾ, എക്സ്ട്രീം സർക്കിൾ, സൂപ്പർ ബാച്ച്, റിപ്പ്, മോക്ക് ഇൻ്റർവ്യൂ. റിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോക്ക് ഇൻ്റർവ്യൂ തന്നെയാണ്, മോക്ക് ടെസ്റ്റാണ്. അത് കഴിഞ്ഞ് മോക്ക് ഇൻ്റർവ്യൂ. അത്രയാണ് 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ്. പിന്നെ നിങ്ങൾക്ക് ബാങ്ക്, PSC, SSC എക്സാംസിനെ കുറിച്ച് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് അവൈലബിൾ ആണ്. അതിലേക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ എക്സ്പേർട്സ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ബാങ്കിങ് അവയർനെസ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യയുടെ ആദ്യത്തെ പാർട്ടിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത്, അതായത് ഒറിജിനൽ പറഞ്ഞ് നിർത്തിയത് മെർജ് ചെയ്ത ബാങ്ക്സ്, ലിസ്റ്റ് ഓഫ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഇൻ ഇന്ത്യ ആണ്. അതിൽ ജസ്റ്റ് ഒരു എറർ ഉണ്ടായിരുന്നു. കാരണം ആദ്യം മെർജ്ഡ് ബാങ്ക്സിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ആയിരുന്നു ഇൻഡിപെൻഡൻറ്റ് ബാങ്ക്സ്. അവിടെയും പഞ്ചാബ് നാഷണൽ ബാങ്കാണ് കിടന്നത്. ഓക്കെ, അത് എററാണ്. ഒന്നുകൂടെ തിരുത്തി പറയാനായിട്ടാണ് അതൊന്നുകൂടെ ഇട്ടത്. ഓക്കെ, അപ്പോൾ മെർജ്ഡ് ബാങ്ക്സ് SBI, ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, കാനറ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്. ഇത്രയാണ് 6 മെർജ്ഡ് ബാങ്ക്സ്. ഇൻഡിപെൻഡൻറ്റ് ബാങ്ക്സ് ആയിട്ട് നിൽക്കുന്നത് IOB, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ, പിന്നെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇത്രയാണ് ഇൻഡിപെൻഡൻറ്റ് ബാങ്ക്സ്. അപ്പോൾ 12 ബാങ്ക്സ് ആണിപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഉള്ളത്. 27 ഉണ്ടായിരുന്നു. അതിൽ കുറേ ബാങ്ക്സ് മെർജായി 6 ബാങ്ക്സ് ആയിട്ട് മാറി. 6 ബാങ്ക്സ് ആണ് ഇപ്പോൾ മെർജ്ഡ് ആയതിനു ശേഷമുള്ള എക്സിസ്റ്റിംഗ് ബാങ്ക്സ് ആണ് ഇത്രയും. അല്ലാതെ ഇൻഡിപെൻഡൻറ്റ് ബാങ്ക്സ് ആണ് ഇത്രയും. ഓക്കെ അല്ലേ? അടുത്ത് നമുക്കിനി ബാങ്കിങ് സിസ്റ്റം ഇൻ ഇന്ത്യ നോക്കാം. ബാങ്കിങ് സിസ്റ്റം ബാങ്കിങ് സിസ്റ്റം ഇൻ ഇന്ത്യ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 3 കാറ്റഗറീസ്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്ക് ഓഫ് ദ കൺട്രി, അതായത് RBI, പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് ദ കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഇങ്ങനെ 3ആയിട്ട് നമുക്ക് നമ്മുടെ ബാങ്കിങ് സിസ്റ്റത്തിനെ തന്നെ ഡിവൈഡ് ചെയ്യാം. ഒന്ന് RBI ആണ്, രണ്ടാമത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, പിന്നെ കോപ്പറേറ്റീവ് ബാങ്ക്സ്. പിന്നെ നമുക്ക് ഈ ബാങ്കിങ് സിസ്റ്റത്തിനെ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്നും നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്നും വേറൊരു കാറ്റഗറൈസേഷൻ കൂടി ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് RBI ഈസ് ദ സുപ്രീം മോണിറ്ററി ആൻഡ് ബാങ്കിങ് അതോറിറ്റി ഇൻ ദ കൺട്രി ആൻഡ് ഹാസ് ദ റെസ്പോൺസിബിലിറ്റി ടു കൺട്രോൾ ദ ബാങ്കിങ് സിസ്റ്റം ഇൻ ദ കൺട്രി. അതായത് നമ്മുടെ ബാങ്ക്സിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതാണ് RBI. സുപ്രീം മോണിറ്ററി ആണ്, കാരണം ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത്. അതായത് നമുക്ക് ഒരുപാട് ടേംസ് ഉണ്ട്. റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, CRR, അതായത് ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, അങ്ങനെ ഒരുപാട് റേറ്റ്സ് ഉണ്ട്. അതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ്. അപ്പോൾ അതാണ് മോണിറ്ററി അതോറിറ്റി എന്ന് പറയുന്നത്, സുപ്രീം മോണിറ്ററി അതോറിറ്റി. ഓക്കെ, അടുത്തത് ഇറ്റ് കീപ്സ് ദ ക്യാഷ് റിസർവ്സ് ഓഫ് ഓൾ ഷെഡ്യൂൾഡ് ബാങ്ക്സ്. ഷെഡ്യൂൾഡ് ബാങ്ക്സിനെയാണ് RBI കൺട്രോൾ ചെയ്യുന്നത്. നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സിന് RBI അല്ല കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്താണ്, നോൺ ഷെഡ്യൂൾഡ് എന്താണ് എന്ന് ആലോചിക്കുന്ന ടൈമിൽ തന്നെ RBI ആക്റ്റിൽ, അതായത് സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് RBIയിൽ വരുന്ന ബാങ്ക്സ് ഷെഡ്യൂൾഡ് ബാങ്ക്സും, ആ ഷെഡ്യൂളിൽ വരാത്തത്, അതായത് സെക്കൻഡ് ഷെഡ്യൂളിൽ വരാത്ത ബാങ്ക്സിനെയാണ് നോൺ ഷെഡ്യൂൾഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷെഡ്യൂൾഡ് ബാങ്ക്സിന് മാത്രമാണ് RBIയുടെ റൂൾസ് പാലിക്കേണ്ടത്. അപ്പോൾ RBI പറയുന്നതെല്ലാം ഈ ഷെഡ്യൂൾഡ് ബാങ്ക്സ് അനുസരിക്കേണ്ടതുണ്ട്. നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സിന് അങ്ങനെ ഒരു കമ്പൽസറി ഇല്ല. ഓക്കെ, അപ്പോൾ ഇറ്റ് കീപ്സ് ദ ക്യാഷ് റിസർവ്സ് ഓഫ് ഓൾ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആൻഡ് ഹെൻസ് ഈസ് നോൺ ആസ് ദ റിസർവ് ബാങ്ക്. ഓക്കെ, ക്യാഷ് റിസർവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ലോൺ കൊടുക്കുകയാണ്, അത് ആ ലോണ് തിരിച്ചടയ്ക്കാൻ ആ ആളിന് പറ്റിയില്ലെങ്കിൽ, അതായത് ഒരു ബാങ്കിൽ ഒരാൾ വന്ന് ലോൺ എടുക്കുകയാണ്, ആ ആൾ ലോണ് തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ബാങ്കിനൊരു ബാധ്യത തന്നെയാണ്. അതെങ്ങനെ കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് പോകണം എന്നുള്ളത് RBIയുടെ റൂൾ ഉണ്ടാവും. അതനുസരിച്ചാണ് ബാങ്ക്സ് ഓരോ നടപടികൾ എടുക്കുന്നത്. ഓക്കെ, അടുത്തത് ഷെഡ്യൂൾഡ് ആൻഡ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബാങ്ക് ഈസ് സെഡ് ടു ബി
scheduled bank when it has a paid up capital and reserves as per the prescription of RBI and is included in the second schedule of RBI Act 1934. അപ്പോൾ ആർ ബി ഐയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടുള്ള ബാങ്ക്സിനെല്ലാം ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയും. അതിനൊരു കറക്റ്റായിട്ടൊരു പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ടാവും. റിസർവ് ബാങ്ക് പറയുന്ന ക്യാപിറ്റൽ, അതായത് അത് ബാങ്ക് തുടങ്ങുന്ന സമയത്ത് ഇത്ര എമൗണ്ട് ആ ബാങ്കിൽ ഉണ്ടാവണം എന്നുള്ളത്. അതായത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒരു ക്യാപിറ്റൽ ഉണ്ടാവും, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ആ ബാങ്കിന് ഉണ്ടാവണം എന്നുള്ളൊരു റൂളുള്ളതും, പിന്നെ എന്താ ആർ ബി ഐയുടെ റൂൾസ് എല്ലാം പാലിക്കുന്നതും സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ആർ ബി ഐ ആക്റ്റിലുള്ളതുമാണ് ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അടുത്തത് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആർ ദോസ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് which are not included in the second schedule of RBI Act 1934. നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആകുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്, എന്നാൽ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ആർ ബി ഐ ആക്ട് 1934 ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഷെഡ്യൂൾഡ് ബാങ്ക്സും നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സും. നമുക്ക് ബാങ്ക്സിനെ രണ്ടായിട്ട് തരംതിരിക്കാം, രണ്ട് രീതിയിൽ തരംതിരിക്കാം. ഒന്ന് സെൻട്രൽ ബാങ്ക് ആർ ബി ഐ, പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്. അനദർ ക്ലാസിഫിക്കേഷൻ ആണ് ഷെഡ്യൂൾഡ് ബാങ്ക്സും നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സും. ഇതിൽ നമ്മൾ എന്താണ് ഷെഡ്യൂൾഡ് ബാങ്ക്സ്, എന്തുകൊണ്ടാണ് ആ പേര് വന്നതെന്നുള്ളതും നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്താണെന്ന് നോക്കി. ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുന്നത് സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ആർ ബി ഐ ആക്റ്റിലുള്ളതുകൊണ്ടാണ് അതിനെ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ബാങ്ക്സ് ആർ ബി ഐയുടെ റൂൾസ് എല്ലാം പാലിക്കണം. അടുത്തത് ആർ ബി ഐ ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻറ്റു 2. ഓക്കെ, നമുക്ക് ആർ ബി ഐയെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഷെഡ്യൂൾഡ് ബാങ്ക്സും നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സും. Non-scheduled banks in which scheduled banks are categorized into 2. അത് കഴിഞ്ഞ് ഷെഡ്യൂൾഡ് ബാങ്ക്സിനെ നമുക്ക് രണ്ടായിട്ട് വീണ്ടും തരംതിരിക്കാൻ പറ്റും. ഒന്ന് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഓക്കെ, ആദ്യം നമ്മൾ ആർ ബി ഐനെ രണ്ടായിട്ട് തരംതിരിച്ചു, ഷെഡ്യൂൾഡ് ബാങ്ക്സും നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സും. അത് കഴിഞ്ഞ് ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആർ കാറ്റഗറൈസ്ഡ് ഇൻറ്റു 2. commercial banks and cooperative banks. Okay, commercial banks and cooperative banks. ഇതിൽ commercial banks are further categorized to public sector banks, private sector banks and regional rural banks. ഇതെല്ലാം നമ്മൾ യൂഷ്വലി കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നതിലെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഈ പബ്ലിക് സെക്ടർ ബാങ്ക്സ്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആൻഡ് റീജിയണൽ റൂറൽ ബാങ്ക്സ്. നമ്മൾ പബ്ലിക് സെക്ടർ ബാങ്ക്സിനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ, അതായത് കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞത്. ഒറിജിൻ്റെ സമയത്ത് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ കൂടുതലും പബ്ലിക് സെക്ടർ ബാങ്ക്സും അതിൻ്റെ മെർജേഴ്സിനെ കുറിച്ചുമാണ് പറഞ്ഞത്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ വീണ്ടും പബ്ലിക് സെക്ടർ ബാങ്ക്സ്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആൻഡ് റീജിയണൽ റൂറൽ ബാങ്ക്സ്, RRBs എന്ന് പറയാം, റീജിയണൽ റൂറൽ ബാങ്ക്സ്, അങ്ങനെ മൂന്നായിട്ട് തിരിക്കാം. പബ്ലിക് സെക്ടർ ബാങ്ക്സ്, പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ് ആൻഡ് റീജിയണൽ റൂറൽ ബാങ്ക്സ്. ഓക്കെ, ഇതിൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് മൂന്ന് തരത്തിലുണ്ട്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത പാർട്ടിലായിരിക്കും പഠിക്കുന്നത്, കോപ്പറേറ്റീവ് ബാങ്ക്സ്. അപ്പോൾ ആദ്യം ആർ ബി ഐ നമ്മൾ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്നും നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് രണ്ടായിട്ട് തിരിച്ചു. അതിൽ ഷെഡ്യൂൾഡ് ബാങ്ക്സിനെ നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആൻഡ് കോപ്പറേറ്റീവ് ബാങ്ക്സ് എന്ന് തിരിക്കാം. അതിൽ കോപ്പറേറ്റീവ് ബാങ്ക്സിൻ്റെ ആണ് പറഞ്ഞത്. എന്താ? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്, സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്സ് ആൻഡ് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി. അതിനെ മൂന്നായിട്ട് തിരിക്കാം.
പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നമുക്ക് യൂഷ്വലി അറിയുന്ന പബ്ലിക് സെക്ടർ ബാങ്ക്സ്, പ്രൈവറ്റ് സെക്ടർ ആൻഡ് RRBs. RRBs എന്ന് പറയുമ്പോൾ റീജിയണൽ റൂറൽ ബാങ്ക്സ്, കൂടുതലും അഗ്രികൾച്ചറിനെ ഫോക്കസ് ചെയ്തുള്ളതാണ്. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഇതൊരുവിധം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് റിസർവ് ബാങ്കിനെ കുറിച്ച്. നമ്മൾ ഫസ്റ്റ് പാർട്ടിലും നോക്കി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് സെറ്റപ്പ് ഇൻ 1935 ആസ് എ പ്രൈവറ്റ് ബാങ്ക്. ആദ്യം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പ്രൈവറ്റ് ബാങ്ക് ആയിരുന്നു വിത്ത് 2 എക്സ്ട്രാ ഫങ്ഷൻസ്, റെഗുലേഷൻസ് ആൻഡ് കൺട്രോൾ ഓഫ് ദ ബാങ്ക് ഇൻ ഇന്ത്യ. Okay, and being the banker of the government after nationalization in 1949, it emerged as the Central Banking Board of India. Okay, 1949 ശേഷം നാഷണലൈസേഷന് ശേഷമാണ് എന്തായി മാറിയത്? സെൻട്രൽ ബാങ്കിങ് ബോർഡ് ഓഫ് ഇന്ത്യ ആയിട്ട് മാറിയത്. And it did not remain a bank in the technical sense. Then the government have been handing over different functions to RBI. ബാക്കി എന്തൊക്കെയാണ് ഫങ്ഷൻ എന്നുള്ളത് നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ അതിന് മുൻപായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആദ്യം ഒരു പ്രൈവറ്റ് ബാങ്ക് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് 1935. അത് ഗവൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം, അതായത് ആ ടൈമിൽ ഗവൺമെൻറ്റിൻ്റെ നീഡ്സിന് വേണ്ടി മാത്രമാണ് RBI എന്നുള്ളൊരു പ്ലാൻ വന്നത്. അത് കഴിഞ്ഞ് നാഷണലൈസേഷന് ശേഷം അത് ശരിക്കും ഒരു ബാങ്കായിട്ട് ആക്ട് ചെയ്തിട്ടില്ല. ബാങ്ക് ഓഫ് ബാങ്കേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് ബാങ്കുകളുടെ ബാങ്കറായിട്ടാണ് മാറിയത്. അതായത് ഒരു പേഴ്സൺ ഒരു ബാങ്കിൽ പോയി ലോൺ എടുക്കുന്നുണ്ടെങ്കിൽ ബാങ്ക്സ് ലോൺ എടുക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. അതുപോലെ തന്നെ ബാങ്ക്സ് ഡിപ്പോസിറ്റ് ആയിട്ട് നമ്മൾ ക്യാഷ് റിസർവ് റേഷ്യോ ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിക്കും, അത് ചെയ്യുന്നതും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. അപ്പോൾ ബാങ്കർ ഓഫ് ബാങ്ക്സ് എന്നാണ് നമ്മുടെ RBI അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ഇത്രയാണ്. 1949 ശേഷം സെൻട്രൽ ബാങ്കിങ് ബോർഡ് ഓഫ് ഇന്ത്യ ആയിട്ട് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മാറി. അടുത്ത ഇനി അതിൻ്റെ ഫങ്ഷൻസ് കൂടി നോക്കാം. ഓക്കെ, ഇതൊക്കെയാണ് ഫങ്ഷൻസ്. ഇറ്റ് ഈസ് ദ ഇഷ്യൂയിങ് ഏജൻസി ഓഫ് കറൻസി. ഇത് നമുക്കറിയാം, RBI ആണ് കറൻസി ഇഷ്യൂ ചെയ്യുന്നത്. ആൻഡ് കോയിൻസ് അതർ ദാൻ 1 rupee കറൻസി ആൻഡ് കോയിൻസ്. 1 rupee കറൻസി കോയിൻസ് മാത്രം RBI അല്ല, which are insured by Ministry of Finance itself with the signature of Finance Secretary on the note. ഓക്കെ, അപ്പോൾ 1 rupee കോയിൻ്റെ കാര്യത്തിൽ മാത്രം ഫിനാൻസ് സെക്രട്ടറി ആണ് സൈൻ ചെയ്യുന്നത്. ബാക്കി എല്ലാം ഇഷ്യൂ ചെയ്യുന്നത് RBI തന്നെയാണ്. കോയിൻസ് ആണെങ്കിലും RBI ആണ്. പക്ഷേ 1 rupee കോയിനും കറൻസിയും മാത്രം ഫിനാൻസ് സെക്രട്ടറി ആണ്. ഓക്കെ, മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് ഇഷ്യൂ ചെയ്യുന്നതും. അടുത്തത് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഏജൻറ്റ് ഓഫ് കറൻസി ആൻഡ് കോയിൻസ് ഇഷ്യൂഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ കറൻസിയും കോയിനും ഇഷ്യൂ ചെയ്യുക മാത്രമല്ല, ഡിസ്ട്രിബ്യൂട്ടിംഗ് ഏജൻറ്റും RBI തന്നെയാണ്. അടുത്തത് ബാങ്ക് ഓഫ് ദ ഗവൺമെൻറ്, ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് എന്നറിയപ്പെടുന്നു. അതുപോലെ ബാങ്ക് ഓഫ് ദ ബാങ്ക്സ്, നേരത്തെ പറഞ്ഞു ബാങ്കുകളുടെ ബാങ്കായിട്ടും റിസർവ് ബാങ്ക് തന്നെയാണ്. അടുത്തത് അനൗൺസസ് ക്രെഡിറ്റ് ആൻഡ് മോണിറ്ററി പോളിസി ഫോർ ദ എക്കോണമി. ജസ്റ്റ് നോക്കി വയ്ക്കുക, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മോണിറ്ററി പോളിസിയെ കുറിച്ചൊക്കെ പഠിക്കും. അപ്പോൾ ജസ്റ്റ് അനൗൺസസ് ക്രെഡിറ്റ് ആൻഡ് മോണിറ്ററി പോളിസി ഫോർ ദ എക്കോണമി. അതായത് നമ്മുടെ CRR, SLR, ക്യാഷ് റിസർവ് റേഷ്യോ, പിന്നെ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ഇൻഫ്ലേഷൻ ഹാൻഡിൽ ചെയ്യുക, ഇതെല്ലാം ചെയ്യുന്നത് RBI തന്നെയാണ്. ക്രെഡിറ്റ്, അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ക്യാഷ് ഉണ്ട്, അപ്പോൾ ആ ടൈമിലാണ് നമുക്ക് സാധനങ്ങൾക്ക് വില കൂടുന്നത്. അപ്പോൾ ആ വില ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്ത് RBI ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും മാനേജ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അടുത്തത് സ്റ്റെബിലൈസിങ് ആൻഡ് ടാർഗറ്റിംഗ് ദ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഹാൻഡിൽ ചെയ്യുന്നതും. അടുത്തത് കീപ്പർ ഓഫ് ഫോറിൻ കറൻസി റിസർവ്സ്. ഫോറിൻ കറൻസി റിസർവ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ കീപ്പർ ഓഫ് ഫോറിൻ കറൻസി റിസർവ്സ്, അതിൻ്റെയും ഹെഡായിട്ട് ആക്ട് ചെയ്യുന്നത് RBI തന്നെയാണ്. അടുത്തത് ഏജൻറ്റ് ഓഫ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ ദ IMF-ലെ IMF എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ്. അവിടെയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ
ആണ് ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ അത് IMFലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഏജൻ്റായിട്ട് RBI ആണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് പെർഫോമിങ് എ വെറൈറ്റി ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊമോഷണൽ ഫങ്ഷൻസ്. നമ്മുടെ ഇന്ത്യയിലെ ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻസ് എല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് RBI തന്നെയാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊമോഷണൽ ഫങ്ഷൻസ്. അടുത്തത് സ്റ്റെബിലൈസിങ് ദ എക്സ്ചേഞ്ച് റേറ്റ് ഓഫ് റുപ്പി. ഇപ്പോൾ കനേഡിയൻ ഡോളർ ആണെങ്കിലും US ഡോളർ, അല്ലെങ്കിൽ ഇപ്പോൾ ആഫ്രിക്കയിലെ ആഫ്രിക്കയിലെ കറൻസി ആയിട്ടാണെങ്കിലും അതിൻ്റെ എക്സ്ചേഞ്ച് റേറ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ, അതായത് ഈ ഇൻഫ്ലേഷൻ ഡിഫ്ലേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് വെച്ച് തന്നെ ഇപ്പോൾ ഒരുപാട് ഇൻഫ്ലേഷനൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് റുപ്പിയുടെ റേറ്റിൽ വ്യത്യാസം വരും, ഒരുപാട് ഇടിവുണ്ടാവും. അതും ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് RBI തന്നെയാണ്. അവിടെയും റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണെന്ന് പഠിക്കും. അപ്പോൾ ഇതാണ് RBI കുറിച്ച് പറഞ്ഞത്. 1935 പ്രൈവറ്റ് ബാങ്കായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കൺട്രോൾ ഓഫ് ദ ബാങ്ക് ഇൻ ഇന്ത്യ, റെഗുലേഷനും കൺട്രോളും ആയിരുന്നു. അത് കഴിഞ്ഞ് സെൻട്രൽ ബാങ്കിങ് ബോർഡ് ഓഫ് ഇന്ത്യ ആയിട്ട് 1949 മാറിയത്. അതിനുശേഷം ബാങ്കിങ് ഫങ്ഷൻസ് അല്ല ചെയ്തത്, ബാങ്ക്സിൻ്റെ ബാങ്കർ ആയിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് ഫങ്ഷൻസ് നമ്മൾ നോക്കി. അപ്പോൾ ഇത്രയാണ് ഈ പാർട്ടിൽ നമ്മൾ നോക്കുന്നത്. അടുത്ത പാർട്ടിൽ നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്താണ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, പ്രൈവറ്റ് ബാങ്ക്സ്, ഫോറിൻ ബാങ്ക്സ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും നോക്കുന്നത്. അത് കഴിഞ്ഞുള്ള പാർട്ടിലായിരിക്കും ഓരോ അബ്രിവിയേഷൻസ് ആയിട്ട്, അതായത് റിപ്പോ റേറ്റ് എന്താണ് എന്നുള്ളതൊക്കെ നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് RBI എന്താണ്, അതിൻ്റെ ഫങ്ഷൻസ് എന്താണ് എന്നൊക്കെ ജസ്റ്റ് നോക്കിയിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.